5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. നമ്മുടെ ആ ജോർജ് സാറിനെ ഒന്ന് വിളിക്കേ. ജോർജ് സാറാ? ഹലോ. അയ്യോ അമ്പിളി, അമ്പിളി എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തേക്കൊന്നും പോയതാ മാഡം. എവിടെ പോയാലും ഗേറ്റ് ലോക്ക് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ? ഞാൻ ലോക്ക് ചെയ്തിരുന്നു മാഡം. തൊട്ടാൽ പൊട്ടുന്ന കുമിളകൾ പോലുള്ള പെമ്പിള്ളരകത്തുള്ളത്. അവരുടെ ജീവിതം നമ്മുടെ കൈകളില. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. എന്റെ അനുവാദമില്ലാതെ ഒരു പുരുഷനെയും ഇതിനകത്തേക്ക് കേറ്റരുത്. ഇനി ഇങ്ങനെ ആരെയും ഇതിനകത്ത് കാണാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇവനിപ്പോ എന്തിനാ ഓടിയ? ഈ കുരിശൊക്കെ എന്റെ പണി കളയാൻ ഇവിടുന്ന് പൊത്തുചാടി വരുന്നോ എന്തോ. എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും പിള്ളേർക്ക് കുറ്റും. പാടനും മതിപ്പില്ല. കോഫിക്ക് പാലും പഞ്ചാരയും കൂടിപ്പോയാ പിള്ളേരെ ചെണ്ടമേള എന്തെന്ന് വെച്ചാൽ അതിന്റെ കൂടെയോ വാടന്റെ നാദസ്വരയ്ക്ക് എന്റെ ചെവിയിലും. ഇവിടെ എടുക്കണ പണി വല്ല സ്റ്റാർ ഹോട്ടൽ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ 2 ഹോസ്റ്റലിയും മന്ദാഗിരിയുടെ പേരിലിരുന്നേനെ. പേര് കേൾക്കാൻ തന്നെ എന്താ രസം. മന്ദാഗിരി ഐസക് ലേഡീസ് ഹോസ്റ്റൽ. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഈശോയെ, ഇവറ്റുകിടയിൽ നിന്ന് പിഴച്ചു പോണെങ്കിൽ ഞാൻ വല്ല ബാഹുബലിയാകേണ്ട വരും. ഇന്നത്തെ കറിക്കൊള്ളില്ലെന്ന് ഏതെങ്കിലും ഒരുത്തി പറഞ്ഞാ ഈ മന്ദാഗിരി ഐസക്കിന്റെ തനിക്കോണവളുമാര് കാണും. ചേച്ചി എന്താ കൊച്ചേ, ബ്രേക്ക്ഫാസ്റ്റിന് സമയമായില്ല. നിനക്കൊക്കെ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും വിശപ്പ് തുടങ്ങും. അതൊരു വല്ലാത്ത വിശപ്പാണല്ലോ. അതല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതാ. എന്തു കാര്യം? ആരാ ചേച്ചി ഈ 5 സുന്ദരികൾ? ആ പാൽക്കാരൻ പയ്യൻ എങ്ങനെയാ മരിച്ചത്? ആ 5 സുന്ദരികൾ കൊന്നതാണോ? അവന്റെ ആത്മാവ് ഇപ്പോഴും ഇതിനകത്തുണ്ടോ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അത് പിന്നെ ഇന്ന് ഉപ്പുമാവും പഞ്ചാരേ ഉള്ളൂ. അപ്പൊ മുട്ടക്കറിയൊക്കെ നാളെ. അപ്പോ ഓഹോ, കഴിഞ്ഞോ? ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥയ്ക്ക് ഉത്തരം തേടി നടക്കാണോ നീ? ഇതിനാണോ നീ വന്നത്? അതോ പഠിക്കാനോ? ഇനി ഇക്കാര്യം ചോദിച്ചു നടന്ന നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. മാഡം, ഇതൊരു സംസാര വിഷയമായിരിക്കാണല്ലോ. ആരോ കുട്ടികളെ എല്ലാം പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതവളായിരിക്കും. ആര്? കാണുന്നിടത്തെല്ലാം നുഴഞ്ഞു കയറി നടക്കണ ഒരു വിഷജന്തുണ്ടല്ലോ. എന്താ അവളുടെ പേര്? എന്തു കോണ്ടയാ? ആ, അനാക്കോണ്ട. അനാക്കോണ്ടയോ? അതാരാ? അലീന. മന്ദാകിനി എന്നെ അങ്ങനെ വിളിച്ചോ? അവരാ നിന്റെ നിക്നെയിം ഹോസ്റ്റൽ മുഴുവൻ പറഞ്ഞു വരുത്തുന്നത്. വാർഡനോട് നിന്റെ പേരാ മന്ദാകിനി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ മന്ദാകിനി ഐസക്കിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഈ റോസ് മേരി ഹൗസ് നിയന്ത്രിക്കുന്നത് നമ്മളാ. ഈ അലീന ഫെർണാണ്ടസിനോട് കളിച്ച അവളെ ഞാൻ കളി പഠിപ്പിക്കും. മന്ദാകിനി തലയും കുത്തി ഓടും. ഇന്ന് രാത്രി നമ്മൾ അവളെ ഓടിക്കും. ശബ്ദം ഉണ്ടാക്കാതെ. നിങ്ങൾ രണ്ടാളും പോയി അവൾ വരുന്നു നോക്ക്. വാ അലീന, പെട്ടെന്ന് പെട്ടെന്ന്. അലീന ഒന്ന് വേഗം. അലീന, മന്ദാകിനി വരുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? അപ്പൊ ഇതോ
കത്തിക്ക്. പെട്ടെന്ന് കത്തിക്കേ. നീ നോക്ക്, എല്ലാരും വരുന്നില്ല. പെട്ടെന്ന് കത്തിക്കാൻ നോക്ക്. നീ നോക്ക് നോക്ക്, വരുന്നുണ്ട് വരുന്നുണ്ട്. വേഗം അവിടെ ഇട്ടോ. ഓടിക്കോ. എന്റെ മാതാവേ, ഇതെവിടുന്ന പുക? ഇതെവിടുന്ന ഈ പുക വന്നേ? മന്ദാകിനീശി, ഇവിടെ ഇങ്ങനെ പുക വന്നേ? അറിയില്ല. ചേച്ചി, ഇനി ആ പാൽക്കാരൻ പയ്യൻ വന്നതാണെങ്കിലോ? ദേ, ആ പാൽക്കാരന്റെ കാര്യം ഇവിടെ മിണ്ടിയേക്കരുത്. റീന മേഡം അറിഞ്ഞാലേ എല്ലാത്തിനും ശരിയാക്കും. ഭയങ്കര വിശപ്പ്. ഇന്നെന്താ സ്പെഷ്യല്? ചിക്കൻ കുറുമ. ദേ, കഴിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞ നാളെ മുതൽ കുറ്റം പറയുന്ന ഒരു പാചകം ചെയ്തോളാം. അയ്യേ, ഇതിനെന്താ സോപ്പിന്റെ ടേസ്റ്റ്? അത് നിന്റെ നാവിന്റെ കുഴപ്പമായിരിക്കും. അയ്യേ, ഇത് കൊള്ളില്ല, സോപ്പിന്റെ ടേസ്റ്റ്. വേറൊരു സോപ്പ് കേട്ട. ഇതെങ്ങനെ ഇതിൽ വന്നു? വല്ല വയറിളക്കവും ഛർദിയും വന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിലാക്കാനാണോ നിങ്ങളിത് ചെയ്തേ? മന്ദാകിനി ഐസൊക്കെ പെട്ടിയും കിടക്കയൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. നിങ്ങളുടനെ പോവും. We want justice. സ്റ്റോപ്പ് ഇറ്റ്. സിറ്റ് ഡൗൺ. ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ആരും എഴുന്നേൽക്കണ്ട. എന്താ ഇവിടെ പ്രശ്നം? ചിക്കൻ കറിയിൽ സോപ്പ് കട്ട. ദേ കണ്ടോ? ദേ, മന്ദാകിനി, എന്റെ ആർത്തുങ്കൽ മാതാവാണ് സത്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല മാഡം. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടാ ഞാൻ കൊണ്ടുവച്ചേ. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? എനിക്ക് അറിയില്ല. ഞാനല്ല മാഡം. എന്നാ പിന്നെ വല്ല കുട്ടിച്ചാത്തനുമായിരിക്കും. ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഭയങ്കര പുകയായിരുന്നു മാഡം. പുകയോ? അതെവിടുന്നാ വന്നേന്ന് എനിക്കും അറിയില്ല മാഡം. മൈ ഗോഡ്, ആ പാൽക്കാരൻ പയ്യന്റെ പ്രേതം വല്ലതും വന്നാണോ? ആ പാൽക്കാരൻ പയ്യന്റെ പ്രേതത്തെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടതായിട്ട് ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട്. ഈ കഥയൊക്കെ പടച്ചു വിട്ട് പിള്ളേരെ പേടിപ്പിക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം. എനിക്കൊന്നും അറിയില്ല മാഡം. നിന്റെ ഈ കലാപരിപാടിയൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിൽ